നമസ്കാരം കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഇവിടെ ഒരുവിധം സുഖമായിരിക്കുന്നു ഞാൻ. ഇവിടെ ഇന്നലെ നല്ല മഴയായിരുന്നു, അവിടെ മഴ പെയ്തു. ഇനിയും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് ഇന്നത്തെ വീഡിയോ എന്നാണ് ചിന്തിക്കുന്നത് എല്ലാവരും അല്ലേ? എന്നാൽ ഞാൻ പറയാം. കണ്ടോ ചക്ക? ഈ ചക്ക ചെത്തി വെട്ടിയിട്ട് പുഴുങ്ങുന്ന രീതി, അതായത് ഇവിടെ പുഴുക്കെന്ന് പറയും, വേവിക്കുന്ന രീതി ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ നമുക്ക് ചക്ക ചെത്തി വെട്ടിയിടാൻ പോകാം. എവിടോട്ടാണ് പോകുന്നതെന്നറിയാമോ? ഇത് ചക്ക ചെത്തി വെട്ടിയിടാൻ മുറ്റത്ത് കൊണ്ടുപോയി ഇതിൻ്റെ തോലെല്ലാം വെട്ടിക്കളയണം. എന്തായാലും വാ പോകാം. എല്ലാ മാരക ആയുധങ്ങളുമായിട്ട് ഞാൻ ചക്ക ചെത്താൻ എത്തിയിട്ടുണ്ട്. അതായത് ഈ മഗ്ഗിൽ എന്താണെന്നറിയാമോ? ഇത് ഒരു 2 തുണിക്കഷ്ണം എടുത്തിട്ടുണ്ട്. വെള്ളമാണ്. നമ്മുടെ കയ്യിൽ അരക്ക് ഒട്ടിപ്പിടിക്കാതെ ഞാൻ വെള്ളം ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ചക്ക ചെത്താൻ ആരംഭിക്കാം. നമ്മുടെ കയ്യിൽ അരക്ക് പിറളാതിരിക്കാനായിട്ട് നമുക്ക് ആദ്യമേ മറ്റൊരു കാര്യം കൂടെ ചെയ്യാം. അതായത് ഒരു കമ്പ് നടുക്ക് ഇങ്ങനെ അടിച്ചാൽ ആ കമ്പയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചെത്താം. അപ്പോൾ ഞാൻ കമ്പൊന്നും അടിച്ച് വെക്കുന്നില്ല, അല്ലാതെ ചെത്തുകയാണ്. വെള്ളം കൊണ്ട് നമുക്ക് അരക്ക് തുടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചക്ക ചെത്തിയെടുക്കാം. ചിലരാണെങ്കിൽ ഈ ചക്ക തുണ്ടിച്ചെടുക്കും. ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ പറയുന്നത് തുണ്ടിച്ചെടുക്കുകയാണ്. അതായത് വെട്ടിമുറിച്ചിട്ട് ഓരോ കഷ്ണങ്ങൾ പീസാക്കിയെടുക്കും. അങ്ങനെയും ചിലർക്ക് എളുപ്പമാണ്. ഞാൻ അങ്ങനെയും ചെയ്യാറ് പതിവുണ്ട്. ഇനിയും അരക്ക് നമുക്ക് തുടച്ച് കളയാം. പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഒരു ശകലം അരക്ക് ഒട്ടിപ്പിടിക്കാത്ത വിധം ഇങ്ങനെ തുടച്ച് നീക്കാവുന്നതാണ്. ഇത്ര നേരമായിട്ട് എൻ്റെ കയ്യിൽ നോക്കിക്കേ കൂട്ടുകാരെ, ഒരു ശകലം പോലും അരക്ക് പിറണ്ടിട്ടില്ല. നമ്മുടെ ഈ വെട്ട് കത്തിയേലും വെള്ളം ആദ്യം തേക്കേണ്ടിയായിരുന്നു. ഞാൻ തേക്കാൻ മറന്നുപോയി. തേച്ചിരുന്നെങ്കിൽ ഒരു ശകലം പോലും അരക്ക് പിടിക്കത്തില്ലായിരുന്നു. ഇനി കട്ടിയുള്ള തോട് ഇങ്ങനെ നമ്മുടെ കത്തി കൊണ്ട് ഒന്ന് കണ്ടിച്ച് കളഞ്ഞാൽ മതി.
വീണ്ടും അരക്കെല്ലാം തുടച്ച് മാറ്റാം. എൻ്റെ കയ്യിൽ ഒട്ടും അരക്കായിട്ടില്ല, കണ്ടോ? ഇനിയും നമുക്കിതൊന്ന് വെട്ടിയിടാൻ മുറം എടുത്തുകൊണ്ട് വരട്ടെ. ഞാൻ മുറം കൊണ്ടുവന്നിട്ടുണ്ട്, ഇതിലേക്ക് കൊത്തിയിടാം. പാക്കത്തി കൊണ്ട് തന്നെ കൊത്തിയിടാം. ഇതുപോലെ കൊത്തിയെടുത്തിടാം. കൊത്തിയിടാനുള്ള സൗകര്യത്തിന് വേണ്ടി നമുക്ക് ഇതൊന്ന് വെട്ടിക്കൊടുക്കാം. ഈ കൂനൊന്നും മുറിഞ്ഞു മാറണം.
അങ്ങനെ ചക്ക കുത്തിയിട്ടു. ഇനിയും പറക്കിയെടുക്കണം. ഇനിയും ചകിണി കളഞ്ഞ് എടുക്കണം. അങ്ങനെ ചക്ക ചെത്തി വെട്ടിയിട്ട് കൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയും പറക്കിയെടുത്ത് അരിഞ്ഞെടുക്കാം. ചക്ക ചെത്താനും പറക്കാനും എല്ലാം ഞാൻ തന്നെ, അല്ലാതെ ആരുമില്ല സഹായത്തിന്. ഞാൻ തന്നെ പറക്കുക, അരിയുക, വേവിക്കുക. കഴിക്കാൻ 1-2 പേരുണ്ട്. ചക്ക മൊത്തം വേവിക്കില്ല, കുറച്ച് എടുത്ത് ഈ നമ്മൾ വൃത്തിയാക്കി ഫ്രിഡ്ജ് വെച്ചിരിക്കും. കുറച്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ചക്കക്കുരു കണ്ടോ, നല്ല മുഴുത്ത ചക്കക്കുരുവാണ്, നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് ചക്കക്കുരു മാറ്റിയിടും. തുണ്ടിച്ചെടുത്താൽ പല ഗുണങ്ങളുണ്ട്. തുണ്ടിച്ചെടുത്താൽ ഈ ചകിണി ഉണ്ടല്ലോ കളയണം. എല്ലാം ചകിണിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയാണ് തുണ്ടിച്ച് എടുത്താൽ കിട്ടുന്നത്. ശേല വെട്ടിയിടുന്നതിനേക്കാളും മെനക്കെട്ടൊരു പണിയാണ് തുണ്ടിച്ചെടുപ്പ്. അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും ഇങ്ങനെ ചെത്തി വെട്ടിയിടുക. അപ്പം എനിക്ക് ചകിണി കളയാനെ കൊണ്ട് കുറച്ച് നേരം പിടിക്കും. നമ്മൾ കൂട്ടുകാരെ, മഴ പെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചക്കയെല്ലാം പെട്ടെന്ന് വെള്ളം പിടിക്കും. വറവിന് ചക്ക വേവിക്കുകയാണ്. വറവിനെന്ന് പറഞ്ഞാൽ വേനൽക്കാലത്തെ ചക്ക വേവിക്കുകയാണ് ഏറ്റവും നല്ലത്. ഈ ചക്ക വേവിച്ചാൽ നമ്മൾ വെള്ളം അധികം യൂസ് ചെയ്യരുത്. യൂസ് ചെയ്താൽ കുഴഞ്ഞു പോകും, ചക്കക്കറിയാണ്. ചക്കപ്പുഴുക്കെന്ന് പറയുന്നത് ചക്കക്കറി എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഞാൻ ചക്കയൊന്ന് പറക്കട്ടെ. പറക്കി അരിയാൻ നേരം നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ കൂട്ടുകാരെ, ചക്ക പറക്കിയെടുത്തു. ഇനിയും ചെറുതായി അരിഞ്ഞെടുക്കണം. ഓരോ ചളയും ചെറുതായി അരിഞ്ഞെടുക്കണം. ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ട് വീണ്ടും കാണാം. ഇവിടെ ചക്ക വഡ്പ്ലാവുണ്ട്. അതേലാണെങ്കിൽ നമുക്ക് പറിക്കാവുന്ന തരത്തിലാണ് ചക്ക ഉണ്ടാകുന്നത്. ഇപ്പം ഈ പറിച്ചരിയുന്നത് ഉച്ചാകുത്തി വരെ നിൽക്കും ചക്കകൾ. ഇടഭാഗത്തു നിന്ന് നമ്മളെ പറിപ്പിക്കലെന്നും കണ്ട് അത് ഇടഭാഗത്തു നിന്ന് ചക്ക തുടങ്ങി അതിൻ്റെ ഉച്ചിയിൽ വരെ ചക്ക നിറയെ കായ്ക്കും. പിന്നെ വലിയ തോട്ട് കെട്ടി ആണ് ഇവിടെ എല്ലാവരും അറുത്തെടുക്കുന്നത്. ഇത് പക്ഷേ ചോട്ടിക്കിടന്ന ചക്കയാണ്, ഞങ്ങൾക്ക് എളുപ്പം പറിക്കാൻ പറ്റി. ചേച്ചിക്ക് ഒരു വസ്തുവുണ്ട് മലയിൽ. അവിടെ പ്ലാവുകളൊക്കെ ഇഷ്ടം പോലെ, അവിടെ ഒക്കെ ഉള്ളവർക്ക് ഇഷ്ടം പോലെ പ്ലാവുകളൊക്കെ ഉണ്ട്. അവരെല്ലാം ഇപ്പം ആ പ്ലാവ് സഹിതം മൂടോടെ വെട്ടിക്കളയുകയാണ്. കാരണം എന്താണെന്നറിയാമോ? ആന ഇറങ്ങുന്നുണ്ട്. ആന ഇറങ്ങി എവിടെ എത്ര ദൂരത്തിലാണോ പ്ലാവ് നിൽക്കുന്നത് അവിടെ വന്ന് ചക്ക മൊത്തം തിന്നും. ചക്ക കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, ആ പ്ലാവും തെള്ളിയിട്ട് അടുത്ത് നിൽക്കുന്ന എല്ലാ മരങ്ങളും തല്ലി തകർത്ത് തരിപ്പണം. ഇപ്പം അവിടെ എല്ലാവരും പ്ലാവ് വെട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിക്ക് മാത്രം പ്ലാവും ചക്കയുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും പറയുകയാണ് ചേച്ചിയോടെ പ്ലാവ് വെട്ടിക്കളയണം, അല്ലെങ്കിൽ ആന ഇറങ്ങി വരുമെന്ന്. ഇപ്പം ആനയെല്ലാം പുള്ളിക്കാരിയുടെ പ്ലാവിൻ്റെയൊക്കെ ചോട്ടിൽ വരവായി. ഒത്തിരി പ്ലാവുണ്ടേ. ഒരിക്കൽ ഞാൻ ഈ വീഡിയോ ഇട്ടായിരുന്നു, അവിടുത്തെ വീഡിയോ ഇട്ടായിരുന്നു. ഒരുപാട് പ്ലാവുണ്ട്. നമ്മുടെ പറമ്പിലും ഇഷ്ടം പോലെ പ്ലാവുണ്ട്. പറിച്ചുകൊണ്ട് വരാനെ കൊണ്ട് ആളും പേരുമില്ലാത്തതുകൊണ്ട് ആ ചോട്ട് വീണ്
പോകും. ഈ പ്രാവശ്യം ചക്കക്കാർ ആരും വന്ന് കണ്ടില്ല, എടുക്കാൻ വന്നില്ല. മറ്റേ ലോഡ് കണക്കിന് ചക്ക ദേശത്തു നിന്ന് തമിഴ്നാട്ടിലോട്ട് പോകുന്നതാണ്. ഇതുവരെയും കണ്ടില്ല അങ്ങനെ. ഈ പ്രാവശ്യം എടുക്കാൻ വരുമായിരിക്കും. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്, കുഞ്ഞതായിട്ട്. രണ്ടിങ്ങനെ കണ്ട, ഇങ്ങനെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഇത് സ്വല്പം വെള്ളം പിടിച്ച ചക്കയാണ് കൂട്ടുകാരെ. ഇതിനെ അധികം വെള്ളം ചേർക്കേണ്ടി വരത്തില്ല. മഴ തുടങ്ങിയപ്പോഴത്തേന് വെള്ളം പിടിച്ചു. വെള്ളം പിടിക്കാത്ത ചക്ക പഴുത്താൽ എന്തൊരു മധുരമാണെന്നറിയാമോ? വെള്ളം പിടിച്ച ചക്ക പഴുത്ത മധുരമില്ല, വേവിക്കാനും കൊള്ളത്തില്ല. കൂട്ടുകാരുടെയൊക്കെ വീട്ടിൽ ചക്ക കാണുമെന്ന് വിശ്വസിക്കുന്നു, ചക്ക കഴിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ചിലർക്ക് ചക്ക ഇഷ്ടമാണ്. എനിക്ക് ഈ ചക്ക എങ്ങനെയാണ് പച്ച തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനധികം കഴിക്കാറില്ല. ഈ ചക്ക വേവിക്കുമ്പോഴേ നല്ല മീൻ തോരനുണ്ടല്ലോ, മീൻ തോരൻ കൊണ്ട് ചക്ക കഴിക്കാം, വേഹൊക്കെ. പിന്നെ കൈതച്ചക്ക കൊണ്ട് പച്ചടി വയ്ക്കില്ലേ, പച്ചടി ഏതും കൊള്ളാം. കൈതച്ചക്ക കൊണ്ടുള്ള പച്ചടി ഭയങ്കര സൂപ്പറാണ് ചക്ക കഴിക്കാൻ. പിന്നെ ചിലർ ചിക്കൻ കറി കൂട്ടി കഴിക്കും, ചിലർ കാന്താരി ചമ്മന്തി ഉപയോഗിക്കും. കാന്താരി ചമ്മന്തി എങ്ങനെയാണ് എനിക്ക് ഇഷ്ടമാണ്. അതെ, കാന്താരിയും ചുവന്നുള്ളിയും ഉപ്പും കൊണ്ട് തന്നെ അതരച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് മുക്കാൻ കഴിക്കണം, നല്ലതാണ്, വേഹക്കേമമാണ്. അപ്പോൾ ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അതിനുശേഷം ഇനിയും കഥ പറച്ചിലും വേവിയിലും കാണിക്കാം. അങ്ങനെ ചക്കയെല്ലാം അരിഞ്ഞെടുത്തു, വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയും ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. കഴിക്കാനായിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം കുറച്ച് കാന്താരി, ഈ സ്ഥാനത്ത് പച്ചമുളകും എടുക്കാം. ഞാൻ കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. 2 നുള്ളു ജീരകം, 4-5 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക. ഞാൻ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശരിക്ക് അരപ്പ് കലക്കി വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. ഇനിയും നമുക്ക് തീ കത്തിച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കാം. അടുപ്പ് കത്തിച്ച് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനിയും ഒരു അടപ്പ് കൊണ്ട് മൂടി വയ്ക്കാം. വേകട്ടെ, അതിനുശേഷം കാണാം. നമ്മുടെ ചക്ക എന്തായെന്നൊന്ന് നോക്കാം. ചക്കയിലോട്ട് കുറേ കറിവേപ്പില ഇടാൻ ഞാൻ മറന്നു പോയിരുന്നു, അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായെന്ന് നോക്കാം. വെള്ളം പറ്റിയോ നോക്കാം. വെള്ളം പറ്റിയിട്ടില്ല. വെള്ളം പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ തവി ഇടുമ്പോൾ തവിയുടെ ചുവട്ടിൽ വെള്ളമയം ഉണ്ടെങ്കിൽ വെള്ളം പറ്റിയിട്ടില്ല. ഇനിയും വീണ്ടും ഇത് അടച്ച് വയ്ക്കാം, വേകട്ടെ. ചക്ക നന്നായി വെന്തിട്ടുണ്ട്. ഇതൊന്ന് കുഴച്ചെടുക്കാം. നന്നായി വെന്തിട്ടുണ്ട്. വെള്ളമെല്ലാം അടിയിലെ പറ്റി നല്ലതായിട്ട്
വെന്തിട്ടുണ്ട്. ഇതൊന്ന് കുഴച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വേണമെങ്കിൽ ചെയ്താൽ മതി. സ്വല്പം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ പുറത്ത് ഞാൻ ഒഴിക്കുകയാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്നിളക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചില്ല എങ്കിൽ കടുക് വറുത്തെടുക്കാം. കടുക് വറുത്ത് ഇട്ട് ഇളക്കിയാണേലും എടുക്കാം. ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഇളക്കുന്നത്. ഇനി ഒന്ന് ഇളക്കിയെടുക്കട്ടെ, അതിനുശേഷം കാണാം. കൂട്ടുകാർക്ക് ഇന്നത്തെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.